എല്ലാവർക്കും ഡു ഇറ്റ് യോർസെൽഫ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം അത് തികച്ചും സൗജന്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ ക്രിസ്മസ് മോസ് എന്ന് പറയുന്ന അക്വാറ്റിക് മോസ് അതെങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്മസ് മോസ് ഇതേ കാണുന്ന പോലെ. ഇപ്പോൾ ഈ ഇത്രയും മോസ് മതിയാവും നമുക്കൊരു 2 ചിരട്ടയിലാക്കി സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ചിരട്ട വേണം. ചിരട്ട നമ്മളിതിപ്പോൾ ഓൾറെഡി ബോയിൽ ചെയ്ത ചിരട്ടയാണ്, ബോയിൽ ചെയ്ത് ഡ്രൈ ആയ ചിരട്ടയാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുക്കാത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നൂലാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ത്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു കട്ടേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇത് 3 നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം കുറച്ച് ക്രിസ്മസ് മോസ് എടുക്കുക. ഇത്രയൊക്കെ മതിയാവും. അപ്പോൾ അത് ഈ ചിരട്ടയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡായി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചിരട്ട നമുക്ക് ഫില്ലായി കിട്ടത്തില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ഇതേ കാണുന്ന പോലെ. പിന്നെ ഒരു തരി പോലും നമുക്ക് വേസ്റ്റ് ആവത്തില്ല. നമ്മൾ മാക്സിമം അതിനുള്ളിൽ തന്നെ വെച്ച് ടൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കുറച്ചുകൂടി എടുക്കുന്നുണ്ട്, അപ്പോൾ അത് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അടുത്ത് നമ്മൾ ഈ ത്രെഡ് എടുക്കുക. ത്രെഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ വെള്ളത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഇളകിപ്പോവും മേലെ. സോ ഇതിനെ മൊത്തത്തിൽ നന്നായിട്ട് ഇങ്ങനെ വൈൻഡ് ചെയ്ത് ചുറ്റുക, നല്ലോണം ചുറ്റുക. അപ്പോൾ അത് അതിലൊന്നും പറഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് ഇതെവിടെ ടൈ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഫസ്റ്റ് പ്രോസസ്സ് ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ട് ഇറക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെള്ളം ഉള്ളിലോട്ട് കയറ്റിയിട്ട് താഴോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതിലിപ്പോൾ റിവർ സാൻഡാണ് താഴെ കിടപ്പുള്ളത്. പിന്നെ ഇടയ്ക്ക് ഡേ ലൈറ്റ് കൊടുക്കാറുണ്ട്. ഇത് നമ്മളൊരു 3-4 ദിവസം മുന്നേ ചെയ്ത ഒരു ചിരട്ടയാണ്. ഇതിലധികം അങ്ങനെ ഒരു സ്പ്രെഡ് ആയിട്ടില്ല, പക്ഷേ കറക്റ്റ് 3 മാസം മുന്നേ ചെയ്ത ഒരു ചിരട്ട ഇപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഫുള്ള് സ്പ്രെഡായി നല്ല ഗ്രീനായിട്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരെണ്ണം ചെയ്തതാണ് ഇത്. അപ്പോൾ ഇതും 3 മാസം മുന്നേ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ സ്പ്രെഡായിട്ടുണ്ട്, നല്ലോണം അക്വാറ്റിക് മോസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ് നമുക്കിത്, പക്ഷെ നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ നമ്മൾ മോസ് ബോൾ എന്നും പറയാറുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമ്മിങ് വീഡിയോസിൽ നമുക്ക് കൂടുതൽ രസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.